ഹലോ നമസ്കാരം. അച്ചൂസ് ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ആത്മാർത്ഥമായിട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മറയൂരാണ്. മറയൂരിൻ്റെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നത്തെ കാഴ്ചകൾ മുഴുവൻ മറയൂരാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ സാൻഡിൽ ഫോറസ്റ്റ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിക്കാണ് കേട്ടോ സാൻഡിൽ ഫോറസ്റ്റിലേക്ക് നമ്മൾ പോകുന്നത്. എപ്പോഴാണ് വെട്ടണ സീസൺ ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് മൂത്ത് പോകണം. ശരിക്കും എത്ര നാൾ കഴിയുമ്പോൾ അതിൻ്റെ കാവലുണ്ടാവും? നല്ല താമസം ഉണ്ടെന്ന് തോന്നുന്നു. വർഷത്തിന് കന്നഡ ഇവിടുന്ന് ഏലെടുക്കുമ്പോൾ അതല്ലേ മുഴുവൻ കരിമ്പ് കൃഷി ചെയ്തതാട്ടെ കാണുന്നത്. ഇത് കരിമ്പ് വെട്ടിയേക്കണ ഇതാണ് കാണുന്നത്. കണ്ടില്ലേ, കരിമ്പ് തോട്ടങ്ങളാണ് കാണുന്നത്. സാൻഡിൽ ഫോറസ്റ്റിലേക്ക് എത്തിയിട്ടോ. ഇതാണ് ഇവിടെ മുതൽ തുടങ്ങിയാണ്. ചന്ദന കാടുകളാണ് കാണുന്നത്. ഇവിടെ മുതൽ ചന്ദന ഫോറസ്റ്റാണ്. എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് മുഴുവൻ ചന്ദന മരങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്പർ ഇട്ടേക്കുന്നതെല്ലാം ചന്ദന മരങ്ങളാണ്. നിറയെ ചന്ദന മരങ്ങളാണ്. മറയൂരിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചന്ദനക്കാടുകൾ. മറയൂരിൽ മാത്രം ആണ് ഇത്രത്തോളം ചന്ദന മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ധാരാളം ചന്ദന മരങ്ങളുണ്ട് ഇവിടെ. ഇത് കണ്ടില്ലേ, ചന്ദനത്തിൻ്റെ നമ്പർ ഇട്ടേക്കണെയാണ്. ഓരോ മരത്തിനും ഇങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചന്ദനമരമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ചന്ദന ഫോറസ്റ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ധാരാളം ചന്ദന മരങ്ങളുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. ആളുകൾ വരുന്ന സമയമാവണോ എന്ന് തോന്നുന്നു. വലിയ തിരക്കൊന്നും കാണുന്നില്ല. എന്താ പറയുക, ഇതാണ് ചന്ദനമരം. നമ്പർ ഇട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എന്താ പറയുക, അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. ഇതിൽ വർഷത്തിലൊരിക്കലാണ്ടാണ് ഈ ചന്ദനമരങ്ങൾ വെട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചന്ദന ലേലം നടക്കുന്നതായിട്ട് നമുക്ക് ന്യൂസ് ചാനലിലൊക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞു. കേരളത്തിലെ ഏക ചന്ദന ഫോറസ്റ്റാണത്. ഇവിടെയാണ് മെയിനായിട്ട് ചന്ദന മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു സ്ഥലം.
മാത്രമല്ല ഈ ചന്ദന മരം ഒരിക്കൽ പോലും നമുക്ക് നാട്ടിൽ വളർത്തിയാലും വെട്ടാൻ പറ്റില്ല കേട്ടോ. അത് ഫുള്ള് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു മരമായതുകൊണ്ട് നമുക്കത് നാട്ടിൽ നട്ടു വളർത്തിയാലും അത് വെട്ടാൻ നമുക്ക് അവകാശമൊന്നുമില്ല. ഇവിടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിനി അടുത്ത് പോകുന്ന സ്ഥലം മുനിയറയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഓഫ് റോഡാണ്. ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നല്ല സ്ഥലമാണെന്നാണ് നമ്മുടെ നന്ദു പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താണെന്ന്. മൂന്നാറിലെ ഏറ്റവും നല്ല വ്യൂ പോയിന്റ് കാണാനാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. നമ്മുടെ നന്ദു പറയുന്ന നല്ല വ്യൂ പോയിന്റാണ്. ചുറ്റും കാണാം 360 ഡിഗ്രിയിൽ കാണാൻ പറ്റുമെന്നൊക്കെയാണ് നന്ദു പറയുന്നത്. എന്താണെന്നറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. ഈ വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ ഈ മുനിയറ കാണാനായിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. ആരെടുക്കാത്തത് ഏതായാലും നന്നായി എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. നമ്മൾ മറയൂരിലെ ഈ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, നല്ല അന്തരീക്ഷമാണ്. അത്യാവശ്യം വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. താഴേക്കുള്ള മറയൂർ ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വ്യൂ പോയിന്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇത്.
നിറയെ പാറ നിറഞ്ഞ ഒരു സ്ഥലമാണ്. മറയൂരിലെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. താഴെ കാണുന്ന മുഴുവൻ മറയൂരിൻ്റെ സ്ഥലങ്ങളാണ്. അത്യാവശ്യം നല്ലൊരു വലിയ ഒരു ജനവാസ മേഖലയാണ് ഈ മറയൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഈ താഴെ കാണുന്ന മുഴുവൻ മറയൂരിൻ്റെ ടൗണും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ കാണുന്നത്. കാണുന്നത് മുനിയറകളാണ് കേട്ടോ. ഇവിടുത്തെ ഈ മുനിയറ എന്ന് പറയുന്ന സംഭവമാണിത്. ഇത് 5000 വർഷങ്ങൾക്ക് മുന്നേ കുറിയ മനുഷ്യർ താമസിച്ചതാണെന്നാണ് പറയുന്നത്. വെർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് പണ്ട് കാലത്തുള്ള ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണെന്ന് കൂടി പറയുന്നുണ്ട്. മറ്റൊരു വെർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തുള്ള സന്യാസിമാർ അധിവസിച്ചിരുന്ന സന്യസിച്ചിരുന്ന സ്ഥലമാണെന്ന് കൂടി ഒരു വെർഷനുണ്ട്. അങ്ങനെ പല വെർഷനായിട്ട് ഇങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഏതാണെന്ന് കൃത്യം എനിക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. ഇങ്ങനെ 3 തരത്തിൽ ആളുകൾ പറയുന്നുണ്ട് ഈ മുനിയറകളെ കുറിച്ച്. ആളുകൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഓഫ് റോഡ് ജീപ്പിലാണ് കേട്ടോ ഇങ്ങോട്ട് കയറി വന്നത്. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. പിന്നെ ഓഫ് റോഡ് ബൈക്കുകളൊക്കെ നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാവുന്നവർക്കൊക്കെ കയറി വരാം. അല്ലാത്തവർ ജീപ്പിൽ വരുന്നതായിരിക്കും ഉചിതം. ഐ പ്രിഫർ ജീപ്പ് തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. അപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ നമ്പർ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരുന്നതാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം കാണാൻ കഴിയും കേട്ടോ. ആ കാണുന്നതാണ് എരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം. ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളൂ ഈ എരച്ചിൽപ്പാറ വാട്ടർഫാൾസിലേക്ക്. നമുക്ക് അടുത്ത പോയിന്റ് പോകാനുള്ളത് അങ്ങോട്ടാണ്. ഇവിടെ നിന്ന് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ വിദൂരതയിൽ കാണാൻ കഴിയുന്നതാണ് എരച്ചിൽപ്പാറ. അതിമനോഹരമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ച. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ് അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ കേട്ടോ. മാത്രമല്ല ചെറിയൊരു കാറ്റും അതിമനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷവുമാണ് ഇവിടെയുള്ളത്. മാത്രമല്ല ധാരാളം ആളുകൾ ഇവിടം സന്ദർശിക്കാനായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ചുറ്റിലും നോക്കിയറിയാം നല്ലൊരു വലിയ ഏരിയ തന്നെയാണ് കേട്ടോ ഈ വ്യൂ പോയിൻ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇത്ര അധികം ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. മുഴുവൻ ഓഫ് റോഡ് ജീപ്പിലാണ് ആളുകൾ ഇവിടെ കയറി വന്നിട്ടുള്ളത്. വളരെ റയറായിട്ട് 1-2 ബൈക്ക് റൈഡേഴ്സ് മാത്രം ആണ് ഈ വ്യൂ പോയിൻ്റ് കയറി വന്നിട്ടുള്ളത്. കാരണം സാധാരണ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത്. അതുകൊണ്ടാണ് വലിയ പ്രൈവറ്റ് വെഹിക്കിൾസൊന്നും കാണാൻ സാധിക്കാത്തത്.
മുഴുവൻ ഈ ഓഫ് റോഡ് ജീപ്പുകളാണ് ഈ പ്രദേശത്ത് കാണാറുള്ളൂ. ഇതുണ്ടല്ലേ എന്തിൻ്റെ ഒരു ബിൽഡിങ് കെട്ടാനുള്ളൊരു സംവിധാനമാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഏതോ അമ്പലത്തിൻ്റെയോ അമ്പലം ഏതാണ്ട് നിർമ്മിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ വ്യൂ പോയിൻ്റ് നിറയെ. നമുക്ക് ഈ വ്യൂ പോയിൻ്റ് കണ്ട് പെട്ടെന്ന് തന്നെ എരച്ചിൽപ്പാറ വാട്ടർഫോൾസ് അടുത്ത് നിന്ന് കാണാനായിട്ട് നമുക്ക് പോകാം. ഓക്കെ, ഇതെന്തില്ല എൻ്റെ ബാക്കിലേക്ക് നോക്കി എത്ര ജീപ്പുകളാണ് വന്നേക്കണുണ്ടോ. ഇത് മുഴുവൻ ഇങ്ങോട്ട് ആളുകൾ കയറ്റി കൊണ്ടുവന്നേക്കണയാണ് കേട്ടോ. ഇത് മുഴുവൻ അതെ ഒരുപാട് ഓഫ് റോഡേഴ്സ് വെഹിക്കിളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ മുനിയറകൾ ആനക്കോട്ടപ്പാറയിലൊക്കെ 2-3 മുനിയറകൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതുണ്ട്. പക്ഷേ ഇവിടുത്തെ മുനിയറകൾ കംപ്ലീറ്റ് പൊളിഞ്ഞ് പോയൊരവസ്ഥയിലാണ് ഉള്ളത്. 3 മുനിയറകൾ നല്ല നീറ്റായിട്ടുള്ളത് കാണാൻ കഴിഞ്ഞിട്ടോ. 3 അല്ല 4 എണ്ണം ഉണ്ട്. 4 മുനിയറകൾ ഇവിടെ അത്യാവശ്യം നീറ്റായിട്ട് ഉള്ളത് കാണാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഈ വ്യൂ പോയിൻ്റ് കണ്ട് ഇവിടുന്ന് നമ്മൾ അടുത്ത പോയിൻ്റായിട്ടുള്ള മറയൂർ കാഴ്ചയിലുള്ള അടുത്ത പോയിൻ്റായിട്ടുള്ള എരച്ചിൽപ്പാറ വാട്ടർഫോൾസ് കാണാനായിട്ട് നമ്മളിവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എരച്ചിൽപ്പാറ വാട്ടർഫോൾസ് കാണാം. എരച്ചിൽപ്പാറ വാട്ടർഫാൾസ് കാണാനായിട്ട് പോവുകയാണ്. നല്ലൊരു മഴ വരുന്നുണ്ട്. മഴയ്ക്ക് മുമ്പ് നമുക്ക് എരച്ചിൽപ്പാറയും കൂടി കവർ ചെയ്തിട്ട് പെട്ടെന്ന് തിരിക്കാനുള്ളതാണ്. കാരണം ഇന്നലെ നമുക്ക് പണി കിട്ടി. മഴ പെയ്ത് ഉച്ച മുതൽ മഴ പെയ്തിട്ട് രാത്രി വരെ മഴയായിരുന്നു. ഇന്നലെ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ എരച്ചിൽപ്പാറ വാട്ടർഫാൾസിലേക്ക് നമ്മളെത്തി. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കാഴ്ചകളാണ് കേട്ടോ എരച്ചിൽപ്പാറ വാട്ടർഫോൾസ്. നമ്മുടെ ഈ കാണുന്നതാണ് എരച്ചിൽപ്പാറ വാട്ടർഫോൾസ്. കേട്ടോ വെള്ളം വരുന്നത്. മാത്രമല്ല ഇന്ന് മഴ പെയ്തേക്കണമൊക്കെ നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. നമുക്ക് താഴെ പോയി നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് കയറാനും പറ്റില്ല. നല്ല ഫോഴ്സിലാണ് വെള്ളം. ചില സമയങ്ങളിൽ കാറ്റിൻ്റെ ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ വെള്ളം ഇങ്ങോട്ട് റോഡിലേക്ക് അടിച്ചു കയറുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ട്. ഇത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. മറയൂരിൻ്റെ ഏറ്റവും ബെസ്റ്റ് പോയിന്റ് എന്ന് തന്നെ പറയാം ഈ എരച്ചിൽപ്പാറ വാട്ടർഫോൾ. ഉണ്ടല്ലേ, അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അത്യാവശ്യം നല്ല റഷാണ്. ധാരാളം ആളുകൾ ഇത് കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്.
ഇത്രയാണ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറയൂർ കാഴ്ചകൾ. അപ്പോൾ ലാസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള എരച്ചിൽ വാട്ടർഫോൾസ് കണ്ടു. ഇവിടെ നിന്ന് നമ്മൾ മടങ്ങുകയാണ്. നമ്മൾ വന്ന ജീപ്പാണിത്. അപ്പോൾ ഈ ജീപ്പിൻ്റെ ഡ്രൈവർ നന്ദുവിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇവിടെ വരുന്നവർക്ക് ഈ വണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അവരുടെ നമ്പർ വിളിച്ചാൽ മറയൂർ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ചാൻഡൽ ഫോറസ്റ്റിൻ്റെയും അതുപോലെ മുനിയറകളുടെയും ലാസ്റ്റ് വന്ന ഈ പറയുന്ന ഇരച്ചിൽ വാട്ടർഫാൾസിൻ്റെയും ദൃശ്യവിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടി നന്ദി. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.